ഹലോ, ഹായ്. മിലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. നീലഗിരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ചില്ലി ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് കാശ്മീരി മുളക് പൊടിയും അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പും എരിവും എല്ലാം ഉണ്ട്. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിലൊക്കെ ആ മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാട് വേവിക്കണ്ട, പകുതി വേവ് മതി. അങ്ങനെ ചിക്കനുകളെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 ഏലക്കായയും 5 കഷ്ണം പട്ടയും 4 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ എരിവ് കുറവ് മതി. നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി
പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു കൈപ്പിടി അളവിലാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലി പുതിന ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഗ്രേവി ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിന് 1/4 പാത്രം അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച അരി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനിയൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച്
വേവിച്ചെടുക്കണം. ഇപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ദമ്മിലിടണം. ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ച് ഞാൻ അടുപ്പിലുള്ള കണൽ കോരി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അടുപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ഒരടി കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ദമ്മിലിടാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.